ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്ററായ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. എന്താണ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിമിനേഷന് എതിരെ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിവേചനം അല്ലേ, അതിനെതിരായിട്ടുള്ള അതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നോക്കൂ. ഐ ഫീൽ ഒപ്രസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ഓഫ് വൈറ്റ് ഡോമിനേഷൻ ദാറ്റ് lurks all around in this courtroom. It calls to mind the inhuman injustices caused to my people by this same white domination. It reminds me that I am voteless because of this parliament. We are without land and forced to occupy poverty-stricken reserves, overpopulated and overstocked. I raise the question, how can I be expected to believe that this same racial discrimination which has been the cause of so much injustice and suffering right through the years should now operate here to give me a fair and open trial? ഇത് ആര് വാക്കുകളാണ്? ഇതാ നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞല്ലേ, നെൽസൺ മണ്ടേലേൻ്റെ വാക്കുകളാണല്ലേ. അത് പ്രിറ്റോറിയ ട്രയൽ ഓഫ് നെൽസൺ മണ്ടേല 1962 അല്ലേ. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ? എന്താണ് അത്? എവിടെയാണ്? കോർട്ട് റൂമിലാണ് അല്ലേ. ഈ കോർട്ട് റൂമിൽ തങ്ങി നിൽക്കുന്ന ഈ വൈറ്റ് ഡോമിനേഷൻ എന്താണ്? വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ എന്താണ് ഭയങ്കരമായിട്ട് ഒപ്രസ്ഡ് ചെയ്യുക അല്ലേ, ഫീൽ ചെയ്യുകയാണ് അല്ലേ, അതായത് അസ്വസ്ഥനാക്കുകയാണ്. ഇതേ മേധാവിത്വം എന്താണ് എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്താ എന്നെ ഭയങ്കരമായിട്ട് എന്താണ് അസ്വസ്ഥനാക്കുന്നുണ്ട് അല്ലേ. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത്. അപ്പോൾ ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണെന്ത്? എനിക്ക് വോട്ടവകാശം ഇല്ലാത്തതായി മാറിയത് അല്ലേ എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ട് എന്താണ് ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടുന്നിടത്തേക്ക് എന്താക്കുകയാണ്? ഞങ്ങളെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിടുകയാണ് അല്ലെ. നിർബന്ധപൂർവ്വം എന്താണ്? പറഞ്ഞു വിടുകയാണ്. അനേകം വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം എന്താണ് നിഷ്പക്ഷമായി ഒരു വിചാരണ എനിക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതെന്താണ്? അപ്പോൾ നെൽസൺ മണ്ടേല എന്താണ് ഭയങ്കരമായിട്ട് ഒരു വർണ്ണവിവേചനം അല്ലേ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടുള്ള ഒരാളാണ് അല്ലേ. അയാൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അധികം ആൾക്കാരും എന്താണ് വർണ്ണവിവേചനത്തിന് അധികം ആൾക്കാരില്ല. ഈ കളർലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഈ ഡിസ്ക്രിമിനേഷന് നേരിട്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി പോരാടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ എന്താണ് പ്രിറ്റോറിയ വിചാരണയുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതായത് 1962 പറഞ്ഞതാണ്. ഗിവൺ അബോ ആർ ദ വേർഡ്സ് ഓഫ് നെൽസൺ മണ്ടേല, ദ ഫ്രീഡം ഫൈറ്റർ ഓഫ് സൗത്ത് ആഫ്രിക്ക. ഇത് ആരാ വാക്കുകളാണ്? ദക്ഷിണാഫ്രിക്കയുടെ, നമ്മുടെ സൗത്ത് ആഫ്രിക്കേൻ്റെ ഫ്രീഡം ഫൈറ്റർ അദ്ദേഹത്തിൻ്റെ നെൽസൺ മണ്ടേല. എന്താണ്? സൗത്ത് ആഫ്രിക്കേൻ്റെ ഫ്രീഡം ഫൈറ്ററായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണെന്ത് ഈ മുകളിൽ കൊടുത്തു അല്ലേ. ഹൂ പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക? ആരാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല ഹാവ് ടു അണ്ടർഗോ സച്ച് എ ട്രയൽ? അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? ഒക്കെ എന്താണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷന് ആയിട്ടുള്ള ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ വിചാരണയൊക്കെ നേരിടേണ്ടി വന്നത്. നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദ എമാൻസിപ്പേഷൻ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻസ് who were oppressed because of their race for centuries. He had to suffer imprisonment for 3 decades for fighting for the freedom of his country and its people. We need to know the features of this country to know more about the discrimination and oppression that its people had to undergo. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കളർ, അതായത് വെള്ളക്കാരും ഉണ്ട്, വെളുത്ത ആൾക്കാരും കറുത്ത ആൾക്കാരും അല്ലേ. നമ്മൾ നിറത്തിൻ്റെ പേരിൽ എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് ഈ കറുത്ത ആൾക്കാരെ വെളുത്ത ആൾക്കാരെ ആക്ഷേപിക്കുന്നുണ്ട് അല്ലേ. അതായത് എന്താണ് അവർക്ക് ഒരു സ്ഥലത്തും സ്ഥാനം കൊടുക്കൂല. ഈ കറുത്ത ആൾക്കാർക്ക് എന്താണ് ഒരു സ്ഥലത്തും എന്താണ് സ്ഥാനം കൊടുക്കുന്നില്ല. അവിടെ വെളുത്ത ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി വെളുത്ത ആൾക്കാർ പോകുന്നിടത്ത് ഈ കറുത്ത ആൾക്കാർക്ക് പോകാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് അതാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എന്താണ് ഭയങ്കര മാനസികമായിട്ട് ഒരു പ്രശ്നം വരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട് ഈ സൗത്ത് ആഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായിട്ടാണ് പോരാടിയ വ്യക്തിയാണ് ആര്? ഈ നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് അല്ലേ. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് എന്താണ് 3
എത്ര ആണ് 3 decades അല്ലേ, 3 ദശാബ്ദത്തോളം എന്താണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ഈ സൗത്ത് ആഫ്രിക്കൻ ജനത നേരിട്ട ഈ ഡിസ്ക്രിമിനേഷനെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ നമ്മളെന്താണ് അറിയേണ്ടതുണ്ട് അല്ലേ. നെൽസൺ മണ്ടേലയും അതുപോലെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ നേരിട്ട ആ അടിച്ചമർത്തലും വർണ്ണവിവേചനത്തിന്റെ പേരിലൊക്കെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയേണ്ടത് നമുക്ക് കടമുണ്ട് അല്ലേ. അപ്പോൾ examine the world map and find out the continents in which South Africa situated. അപ്പോൾ ഈ വേൾഡ് മാപ്പാണ് അല്ലേ. ഇതിൽ എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത് കണ്ടുതാ. ഇത് എവിടെയാ സൗത്ത് ആഫ്രിക്ക? ആഫ്രിക്ക അവിടെ അല്ലേ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെ, സൗത്ത് ആഫ്രിക്ക ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കൂ, അതിൻ്റെ സ്ഥാനവും അതുപോലെ എന്താ ഭൂപ്രകൃതിയും അല്ലേ സൗത്ത് ആഫ്രിക്കേൻ്റെ. സൗത്ത് ആഫ്രിക്ക ഈസ് എ കൺട്രി ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എന്താ അവിടെ പറയുന്നത്? സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് അല്ലേ, എന്താണ് സൗത്തേൺ മോസ്റ്റ് ടിപ്പിൽ ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ ഓഷ്യനും അതുപോലെ എന്താണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണെന്ത് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും. എവിടെ ഇന്ത്യൻ ഓഷ്യൻ നോക്കൂ, അതാ ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ എന്താ അത് അല്ലേ. അപ്പോൾ ഇതിന്റെ നടുക്കാണ് എന്ത് ഈ സൗത്ത് ആഫ്രിക്ക വരുന്നത് അല്ലേ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ. എന്താണ് അതിൻ്റെതായിട്ടുള്ളൊരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ഈ സൗത്ത് ആഫ്രിക്കേൻ്റെ പ്രത്യേകത അല്ലേ. അതുപോലെ എന്താണ് ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്, വിശാലമായ തീരപ്രദേശങ്ങൾ, വാസ്റ്റ് പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റ്യൂ, വിസ്തൃതമായ പ്ലാറ്റ്യൂസും അതുപോലെ പ്ലെയിൻസും അല്ലേ, സമതലങ്ങളും പീഠഭൂമികളും. പിന്നെന്താണ് ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ചസ്, എന്താ ഉയർന്ന മൗണ്ടെയിൻ റേഞ്ചസ്. പിന്നെന്താണ് ഗ്രേറ്റ് റിവേഴ്സ്, വലിയ നദികൾ. പിന്നെന്താണ് വാട്ടർ ഫ്ലോസ്, വെള്ളച്ചാട്ടങ്ങൾ. ഡ്രൈ ഡെസേർട്ട്, എന്താ വരണ്ട മരുപ്രദേശം. മേക്ക് ദിസ് കൺട്രി യുണീക്ക് അല്ലേ. ഒക്കെ എന്താണ് ഇത് തുടങ്ങിയൊക്കെ എന്താണ് ഈ രാജ്യത്തെ ഈ സൗത്ത് ആഫ്രിക്കനെ വ്യത്യസ്തമാക്കുകയാണ് അല്ലേ. ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. എന്താ പറയുന്നത്? ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും മൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഖനി അല്ലേ. അവിടെയൊക്കെ എന്താണ് അവിടെ നിന്നുള്ള സമ്പത്ത്, അതുപോലെ വെതർ കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത്, ഇവയൊക്കെ യൂറോപ്യരെ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് അട്രാക്ട് ചെയ്ത് അല്ലേ. യൂറോപ്യരെ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് അട്രാക്ട് ചെയ്യാൻ കാരണം എന്താണ്? അവിടെയുള്ള അഗ്രേറിയൻ ലാൻഡ്സ്, മൈൻസ്, വെതർ, ഹ്യൂമൻ റിസോഴ്സസ്, അതൊക്കെയാണ് അല്ലേ. എന്താണ് ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. കണ്ടോ, ഇതാണ് കേട്ടോ എന്തുകൊണ്ടാണ് യൂറോപ്യൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് വരാൻ കാരണമായത് എന്താന്ന്. ഓക്കെ, ദാറ്റ് യൂറോപ്യൻ അട്രാക്ട് ചെയ്തില്ല. ഇതൊക്കെ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. എക്സാമിൻ ദ ഗ്ലോബ് ആൻഡ് അറ്റ്ലസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഗ്ലോബ് അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ചത് എന്താണ്? താഴെ പറയുന്ന വിവരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇൻ സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ്. അപ്പോൾ ഏതെല്ലാം ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇടയിലാണ് ഈ സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റ് ചെയ്യുന്നത്? വിച്ച് കൺട്രീസ് ഷെയർ ബോർഡർ വിത്ത് സൗത്ത് ആഫ്രിക്ക. ഏത് കൺട്രി സൗത്ത് ആഫ്രിക്കയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചത്. ഏതാണ്? ദ കൺട്രീസ് ആർ സിംബാബ്വെ, മൊസാംബിക്, നമീബിയ, ബോട്സ്വാന, ലെസോത്തോ ആൻഡ് സ്വിറ്റ്സർലാൻഡ് ഒക്കെയാണ് എന്ത് ബോർഡർ ഷെയർ ചെയ്യുന്നത് അല്ലേ. സൗത്ത് ആഫ്രിക്കയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന 6 കൺട്രീസ് ആണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. സിംബാബ്വെ, മൊസാംബിക്, നമീബിയ, ബോട്സ്വാന, ലെസോത്തോ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? South Africa's latitude and longitude is 29 degree 00 second south and 24 degree 00 second east. Below is the map South Africa showing major towns and roads. ഇവിടെ കാണിക്കുന്നത് മേജർ ടൗണും ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്താണ് കേപ്പ് ടൗൺ കണ്ടോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, നോക്കുക കേട്ടോ. ഇവിടെയാണ് ഇതാണ് സൗത്ത് ആഫ്രിക്കേൻ്റെ ഇത് അല്ലേ. അപ്പോൾ എന്താണ് ഇതാണ് കേപ്പ് ടൗൺ. ഓക്കെ, കേപ്പ് ടൗൺ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നമ്മൾ ഇപ്പോൾ പറയും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെയാണ് കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാ ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ള അപ്പോൾ ടീച്ചറോട് കാണിച്ചതില്ലേ അത്. അപ്പോൾ എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നോക്കുക. ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അപ്പോൾ ഈ കേപ്പ് ഓഫ് ടൗൺ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്? സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സൗത്തേൺ മോസ്റ്റ് ടിപ്പിലാണ് എന്ത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഒരു ഗുഡ് ഹോപ്പ് തന്നെയാണ്, എന്താ പ്രതീക്ഷയുള്ള അല്ലെ, ശുഭപ്രതീക്ഷ മുനമ്പ് എന്നുള്ളത് പറയുന്നത് അല്ലെ. ടു റീച്ച് ദ കൺട്രീസ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെന്റ് ലൈക്ക് ഇന്ത്യ, ദ യൂറോപ്യൻസ് ഹാഡ് ടു സെയിൽ ത്രൂ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ encircling the African continent, as this cape gave the navigators the hope to reach Asia. It was named Cape of Good Hope. എന്താ അവിടെ പറയുന്നത് നോക്കിയേ, എന്താണ് ഈ യൂറോപ്യൻ എന്താണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി ഇന്ത്യൻ ഓഷ്യനിൽ എത്തിയാലേ എന്താണ് ഏഷ്യ കോണ്ടിനെന്റിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഏഷ്യയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ എന്താണ് ഇവിടെ ഗുഡ് ഹോപ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേര് എന്താക്കി അറിയപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തിയാലേ എന്താക്കാൻ പറ്റുള്ളൂ, ഏഷ്യൻ കോണ്ടിനെന്റിലെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ, ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഏഷ്യയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ എന്താക്കി ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ കൊളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക അല്ലെ. സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് കൊളനൈസേഷൻ നടത്തുക അല്ലെ, എന്താണ് കോളനി വൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ കൊളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്താണ് കൊളനൈസേഷൻ എന്ന് പറഞ്ഞാൽ? കൊളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്താണ് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് ഈ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറലായിട്ടും ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് എന്ത് ഈ കൊളനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കാം കൊളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക വേർ tribal people who belonged to the groups San and Xhosa. It was the tribal groups from the other parts of Africa who migrated to this place for the first time. Towards the end of the 15th century, the Europeans started their expeditions to South Africa. By the 17th century, the Dutch became influential in South Africa and Cape Town became their major colony. അപ്പോൾ എന്താണ് ഈ സാൻ ഖോസ കണ്ടോ, ഈ സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ അല്ലെ. എന്താണ് ഈ സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഈ ട്രൈബൽ ഗ്രൂപ്പായിരുന്നു ആദ്യമായി ഇവിടേക്ക് എന്താക്കി മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറ്റം നടത്തിയത്. 15ാം നൂറ്റാണ്ട് 15th സെഞ്ചുറിയിൽ അവസാനത്തോടെ ഈ യൂറോപ്യർ എന്താക്കി സൗത്ത് ആഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. ഈ 17th സെഞ്ചുറിയോട് കൂടി എന്താക്കി സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് ഡച്ചിന്റെ സ്വാധീനം ശക്തമായിരിക്കുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ എന്താണ് പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. ബൈ ദ 18th സെഞ്ചുറി ദ ബ്രിട്ടീഷ് റീച്ച്ഡ് സൗത്ത് ആഫ്രിക്ക. 18th സെഞ്ചുറിയിലാണ് ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയല്ലേ. അവരെന്താണ് they decided to make South Africa their colony with the aim to acquire more land areas in different parts of the world. അപ്പോൾ അവരാണ് തീരുമാനിച്ചത് എന്ത് സൗത്ത് ആഫ്രിക്കനെ അവരുടെ കോളനി ആക്കാൻ അല്ലെ. അവരുടെ ലക്ഷ്യം എന്താണ്? acquire more land areas in different parts of the world. എന്താണ് പല അതായത് എന്താണ് പറയുന്നത് ഇവര് പല ലാൻഡ് ഏരിയസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്താണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ അക്വയർ മോർ ആൻഡ് ലാൻഡ് ഏരിയാസ് അവർക്ക് എന്താണ് അക്വയർ മോർ ലാൻഡ് ഏരിയാസ് എയിമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അത് അവരുടെ കോളനി ആക്കാൻ എന്താക്കി അവർ തീരുമാനിച്ചു അല്ലേ. ടു ക്യാപ്ചർ ദ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. പിന്നെ Africa to establish a supremacy over other European countries to make it a temporary point of halt on their journey to the Asian continent. എന്താണ് പറയുന്നത് 18th സെഞ്ചുറിയോട് കൂടി എന്താണ് ബ്രിട്ടീഷുകാർ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിച്ചേർന്നു അല്ലെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക. എന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് ലോകത്തിന്റെ
വിവിധ ഭാഗങ്ങൾ കൂടുതൽ പ്രദേശങ്ങൾ എന്താണ് അവർക്ക് സ്വന്താക്കുക. ആഫ്രിക്കൻ വൻകരയുടെ അല്ലെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലെന്താണ് അവർക്ക് അധീനത്വം സ്ഥാപിക്കുക. ഏഷ്യ കോണ്ടിനെന്റിനെ സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക അല്ലെ ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് എന്താണ് അവർക്കൊരു ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എന്ത് ഈ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രിട്ടന് അവർ സൗത്ത് ആഫ്രിക്കയെ അവർ കോളനിയായിട്ട് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ദേ എയിം ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ടു ക്യാപ്ചർ ദ ഇമ്മൻസ് ഓഫ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ടു മേക്ക് ഇറ്റ് എ ടെമ്പററി പോയിന്റ് ഓഫ് ഹാൾട്ട് ഓൺ ദെയർ ജേർണി ടു ദ ഏഷ്യൻ കോണ്ടിനെന്റ്. ഏഷ്യൻ കോണ്ടിനെന്റിലേക്കുള്ള യാത്രത്തിൽ ആ സഞ്ചാരത്തിന് എന്താ ഒരു ഹാൾട്ട് പോയിന്റ് ആക്കുക അല്ലെ, അതായത് ഇടത്താവളമാക്കാൻ അല്ലെ. പിന്നെ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക അല്ലെ, ടു ക്യാപ്ചർ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഇമ്മൻസ് വെൽത്ത് ഒക്കെ പിടിച്ചടക്കിയ. പിന്നെന്താണ് ടു അക്വയർ മോർ ലാൻഡ് ഏരിയസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിലത്തെ പല ലാൻഡ് ഏരിയകൾസും എന്താണ് പിടിച്ചടക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇടത്താവളമാക്കാൻ ഇടത്താവളമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഈ ബ്രിട്ടൻ എന്താക്കിയത് ഈ സൗത്ത് ആഫ്രിക്കനെ കോളനിയാക്കാൻ തീരുമാനിച്ചത് അല്ലേ. ദെൻ നോക്കൂ, ദ ഗ്രേറ്റ് ട്രക്ക്. ഇനി എന്താണ് ഗ്രേറ്റ് ട്രക്ക്? എന്താണ് ബോവേഴ്സ്? എന്താണ് ബോവേഴ്സ്? ബോവേഴ്സ് ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ഡച്ച്, നെതർലാൻഡ്സ്, French and the German who came to South Africa from Europe. Boer is the Dutch word of farmer. Later they came to be known as Afrikaner and their language and the culture as Afrikaans. എന്താണ് പറയുന്നത്? ബോവർ യൂറോപ്പിൽ നിന്ന് ആദ്യം സൗത്ത് ആഫ്രിക്കയിലെത്തിയ നെതർലാൻഡ്, അതായത് ഡച്ച് അല്ലെ, നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് എന്ത് ബൂവറുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിലെത്തിയ ഈ നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് എന്ത് ഈ ബൂവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡിസെൻഡൻസ് അല്ലെ, പിന്മുറക്കാരാണ് ബൂവറുകൾ എന്ന് പറയുന്നത് അല്ലെ. കൃഷിക്കാരൻ എന്നാണ് എന്ത് ഈ ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം അല്ലെ. എന്താണ്? ഫാർമർ. ഫാർമർ എന്നാണ് എന്ത് ബൂവർ എന്നുള്ളതിന്റെ ഡച്ച് പദത്തിന്റെ അർത്ഥം. പിൽക്കാലത്ത് എന്താക്കി ഈ ആൾക്കാർ, ഈ ജനവിഭാഗം എന്താണ് ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരം എന്താണ് ആഫ്രിക്കാൻസും എന്നറിയപ്പെട്ടു അല്ലെ. പിൽക്കാലത്ത് പിന്നെ ഈ ജനവിഭാഗം എന്താണ് ആഫ്രിക്കാനർന്നും പിന്നെ എന്താണ് ഇവരുടെ ഭാഷയും സംസ്കാരം ഒക്കെ അല്ലെ, എന്താണ് അവരുടെ ലാംഗ്വേജും കൾച്ചറൊക്കെ എന്താണ് ആഫ്രിക്കാൻസും അറിയപ്പെട്ടു. ഓക്കെ, ദെൻ ലെറ്റ് us examine how the colonization project of the British affected the Boers. ഇനി എന്താ അവിടെ പറയുന്നത്? നമുക്ക് എക്സാമിൻ ചെയ്യല്ലേ. ഹൗ ദ കോളനൈസേഷൻ പ്രൊജക്ട് ഓഫ് ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ ബോവേഴ്സ്. എന്താണ് ബ്രിട്ടീഷ് എങ്ങനെയാണ് ഈ അതായത് ബ്രിട്ടൻ നടപ്പിലാക്കിയ ഈ കോളനൈസേഷൻ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് ക്യാപ്ചർഡ് ദ കേപ്പ് കോളനി ഫ്രം ഡച്ച് ആൻഡ് ദ ഇംപ്ലിമെന്റഡ് സർട്ടൻ പോളിസീസ് ദർ. എന്താണ് ഈ ഡച്ചുകാരിൽ നിന്ന് എന്താണ് കേപ്പ് കോളനി പിടിച്ചെടുത്ത ഈ ബ്രിട്ടൻ ആ പ്രദേശത്ത് എന്താണ് ചില നിയമങ്ങൾ അല്ലെ, ചില നയങ്ങൾ എന്താക്കി അവിടെ നടപ്പിലാക്കി, പോളിസീസ് അവിടെ നടപ്പിലാക്കി. റെസ്ട്രിക്ഷൻസ് വർ ഇമ്പോസ്ഡ് ഓൺ ഡച്ച് ലാംഗ്വേജ്. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ദ സോൾ ലാംഗ്വേജ് ഓഫ് കേപ്പ് കോളനി. എന്താണ് അവിടെ പറയുന്നത്? അവിടെ ആ നയം എന്താണ് ഡച്ച് ഭാഷ എന്താണ് അവിടെ റെസ്ട്രിക്ഷൻ ചെയ്തു അല്ലെ. എന്താണ് ഡച്ച് ഭാഷയ്ക്ക് അവിടെ എന്താണ് ഉപരോധം ഏർപ്പെടുത്തി അല്ലെ. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി അല്ലെ. എന്താണ് ഡച്ച് ഭാഷ അവിടെ ഇനി സംസാരിക്കേണ്ട, അവിടെ എന്താണ് ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷ് ആണ് എന്ത് അവിടെ ഏക ഭാഷയാക്കി അവർ മാറ്റി അല്ലെ. എവിടെ? ഈ കേപ്പ് കോളനിയിൽ. By the mid-19th century, British abolished slavery in their colonies. This adversely affected the Boers, who used slaves to cultivate their lands. എന്താ അവിടെ പറയുന്നത് മക്കളെ നോക്കിയേ. ഈ 19th സെഞ്ചുറിന്റെ പകുതിയോടെ എന്താക്കി ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ എന്താ അടിമത്തം നിരോധിച്ചു അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ബൈ ദ മിഡ് 19th സെഞ്ചുറി, 19th സെഞ്ചുറിന്റെ പകുതിയോട് കൂടി ബ്രിട്ടൻ എന്താക്കി തങ്ങളുടെ കോളനികൾ എന്താണ് ഈ സ്ലേവറി അടിമത്തം നിരോധിച്ചു അല്ലെ. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇതെന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പൊ എന്താണ് അവിടെ അടിമത്തം നിരോധിച്ചപ്പോ എന്താണ് അടിമകളെ പ്രയോജനപ്പെടുത്തിയാണ് അവിടെ കൃഷി നടത്തിയിരുന്നത് അല്ലെ. അത് ഈ ബൂവറുകളെ നന്നായിട്ട് ബാധിച്ചു അല്ലെ, പ്രതികൂലമായിട്ട് അങ്ങ് ബാധിച്ചു. ദെൻ അഫക്ട് ചെയ്തു.
The Great Trek is the exodus of the Boers to the interior areas of South Africa to escape from such policies introduced by the British. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, ഈ ബ്രിട്ടീഷ് ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താക്കി, ഈ കേപ്പ് കോളനിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് എന്താക്കി ബോവേഴ്സ് നടത്തിയ ഈ പാലായനം എന്ന് പറയും അല്ലേ, എന്താണ് ബോവേഴ്സ് എക്സോഡസ്, പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ അവിടുന്ന് മാറി, അവിടുന്ന് പോയി നടത്തും അല്ലേ, അവിടുന്ന് എന്താണ് അവിടുന്ന് ഒളിച്ചോടി അല്ലേ. അപ്പോൾ അതിന് എന്താകുന്ന ഒരു പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്, ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേപ്പ് കോളനിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫോളോയിങ് ദ ഗ്രേറ്റ് ട്രെക്ക് ദ ബോവേഴ്സ് എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക്സ് ഇൻ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ആൻഡ് നദാൽ. എന്താ ഇവിടെ പറയുന്നത്, ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ എന്താണ് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങൾ എന്താണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു അല്ലെ, റിപ്പബ്ലിക് ഉണ്ടാക്കി അല്ലെ, എസ്റ്റാബ്ലിഷ്ഡ് റിപ്പബ്ലിക്സ് ഉണ്ടാക്കി അല്ലെ. ദെൻ അടുത്ത് നോക്കുക ഇനി എന്താന്ന്, ഇതാണ് ഗ്രേറ്റ് ട്രക്ക് കേട്ടോ. അവർ പോകുന്ന എല്ലാവരും അവിടുന്ന് പോവുകയാണ് അല്ലെ എല്ലാവരും. ഓക്കെ, ബൂവർ വാർസ്, ഇനി എന്താണ് ബൂവർ യുദ്ധങ്ങൾ അല്ലെ. ലെറ്റ്സ് എക്സാമിൻ ദ സർക്കംസ്റ്റൻസസ് വിച്ച് ബിക്കെയിം ദ കോസസ് ഓഫ് ദ ബൂവർ വാർസ് ദാറ്റ് ചേഞ്ച് ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്താണ് പറയുന്നത്, സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാന്നാ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.